ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. യഹോവ അവരെ മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെടുവിച്ചതുകൊണ്ട് അത് അവന് പ്രത്യേകമായി ആചരിക്കേണ്ട രാത്രിയാകുന്നു. ഇസ്രയേൽ മക്കൾ എല്ലാവരും തലമുറ തലമുറയായി യഹോവയ്ക്ക് പ്രത്യേകമായി ആചരിക്കേണ്ട രാത്രിയാകുന്നു ഇത്. അവരെ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുപോകുന്നതിനാൽ യഹോവയ്ക്ക് പ്രത്യേകമായി ആചരിക്കേണ്ട രാത്രിയാണിത്. ഇസ്രയേല്യരെല്ലാവരും തലമുറ തലമുറയായി ആ രാത്രി ആചരിക്കേണ്ടതാകുന്നു എന്ന് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 42-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് 430 വർഷത്തെ അടിമത്തത്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നതിൻ്റെ ഓർമ്മയ്ക്കായി ഇസ്രയേൽ എല്ലാവരും ഇത് തലമുറ തലമുറയായി ആചരിക്കണം എന്നാണ് വചനം പറയുന്നത്. അവിടെ ഈ യേശുവിൻ്റെ നിഴലായ കുഞ്ഞാടിൻ്റെ മാംസവും പുളിപ്പില്ലാത്ത അപ്പവും എന്ന് നമ്മൾ വായിക്കുന്നെങ്കിൽ പുറപ്പാട് പുസ്തകം 12:39 ഒന്ന് വായിച്ചേ. മിസ്രയീമിൽ നിന്ന് കൊണ്ടുപോന്ന കുഴച്ച മാവ് കൊണ്ട് അവർ പുളിപ്പില്ലാത്ത ദോശ ചുട്ടു. അവരെ മിസ്രയീമിൽ നിന്ന് വേഗത്തിൽ ഓടിച്ചു വിട്ടതിനാൽ അത് പുളിച്ചിരുന്നില്ല. അവർ വഴിയാഹാരമൊന്നും ഒരുക്കിയിരുന്നതുമില്ല. അവർ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത ദോശ ചുട്ടെന്നാണ് മലയാളം ബൈബിളിൽ കിടക്കുന്നത്. പക്ഷേ ദോശ എന്നൊന്നുമല്ല. അതെങ്ങനെയാണ് അങ്ങനെയൊക്കെ തർജ്ജമ ചെയ്ത് വരുമ്പോൾ മാറിപ്പോകുന്നതെന്ന് അറിയത്തില്ല. ബ്രെഡെന്നാണ് എഴുതിയേക്കുന്നത്. അതെങ്ങനെ ദോശയാക്കിയെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ ദോശ എന്നാണ് മലയാളം ബൈബിളിലൊക്കെ എഴുതിയേക്കുന്നത്. അങ്ങനെ അല്ലത് സത്യത്തിൽ. ബ്രെഡെന്നാണ് ഇംഗ്ലീഷിൽ കിടക്കുന്നത്. അത് ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ എന്തൊക്കെ ആയിപ്പോയതാണ്. ആൻഡ് ദേ ബേക്ക്ഡ് അൺലിവൻഡ് കേക്ക്ഡ്, പുളിപ്പില്ലാത്ത കേക്ക്, മധുരമുള്ള റൊട്ടി എന്നൊക്കെയാണ് ഇംഗ്ലീഷ് ബൈബിളിൽ കിടക്കുന്നത്. തർജ്ജിമയിൽ ഇത് മാന്യമായ അർത്ഥവ്യത്യാസങ്ങളുള്ളത് കൊണ്ട് ഇങ്ങനെ തിരിച്ചൊക്കെ വരുമ്പോൾ ഒത്തിരി മാറിപ്പോകുന്നതാണ്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കണം, ഈ പഴയ നിയമം എഴുതിയേക്കുന്നത് ഹീബ്രുവിലും പുതിയ നിയമം എഴുതിയേക്കുന്നത് ഗ്രീക്കിലുമാണ്. അത് ഈ യഹൂദൻ്റെ ഭക്ഷണ നിയമങ്ങളും ഭക്ഷണ ക്രമീകരണങ്ങളും അവൻ്റേതായ ആചാരങ്ങളും ഒക്കെ അറിഞ്ഞിട്ട് അതിനനുസരിച്ച് അർത്ഥം ഗ്രഹിക്കാൻ കഴിവുള്ളവർ തർജ്ജിമ ചെയ്യുമ്പോഴാണ് ഇത് ഒറിജിനലായിട്ട് മനസ്സിലായി വരുന്നത്. അല്ലെങ്കിൽ ഇത് വേറൊരർത്ഥത്തിലേക്കൊക്കെ പോകും. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു. നീ പെസഹ ഭക്ഷിക്കുവാൻ ഞങ്ങൾ എവിടെയാണ് ഒരുക്കേണ്ടത് എന്ന് ചോദിച്ചു. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 42 നമ്മൾ വായിക്കുന്നു. യഹൂദനോട് പറഞ്ഞു, ഇസ്രയേലിനോട് പറഞ്ഞു, നിങ്ങൾ തലമുറ തലമുറയായി ഈ രാത്രി ആചരിക്കണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പുറപ്പാട് തൊട്ട് യഹൂദൻ ഇങ്ങോട്ട് തലമുറ തലമുറയായി ഈ രാത്രി ആചരിച്ച് വന്നു. മത്തായി സുവിശേഷം പുതിയ നിയമത്തിൽ മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ വന്നപ്പോഴത്തേനും നമ്മൾ വായിക്കുന്നത്, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളിൻ്റെ 1-ാം ദിവസം ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഞങ്ങൾ എവിടെയാണ് അങ്ങേക്ക് പെസഹ ഭക്ഷിക്കാൻ ഒരുക്കേണ്ടത് എന്ന് ചോദിച്ചു. സ്വാഭാവികമായി പെസഹ ഭക്ഷിക്കാൻ ഒരുക്കേണ്ടത് എവിടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായി അതിന് മുമ്പ് നമ്മൾ ലൂക്കാസ് സുവിശേഷം 22:8 ഒന്ന് വായിച്ചേ. അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു, നിങ്ങൾ നമുക്ക് ഭക്ഷിക്കുവാൻ പെസഹ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. അപ്പം ഒരു സുവിശേഷത്തിൽ ലൂക്കാസ് സുവിശേഷത്തിൽ കിടക്കുന്നു 22:8 കിടക്കുന്നു, നിങ്ങൾ പോയി നമുക്ക് പെസഹ ഭക്ഷിക്കേണ്ടതിനുള്ള ഒരുക്കങ്ങൾ നടത്തുവിൻ എന്ന് പറഞ്ഞ് യേശു പത്രോസിനെയും യോഹന്നാനെയും അയച്ചു. നിങ്ങൾ പോയി ഒരുക്കുവിൻ. എന്നാൽ മത്തായി സുവിശേഷത്തിൽ അത് 26-ാം അധ്യായത്തിനകത്ത് 17-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ എവിടെയാണ് അങ്ങേക്ക് പെസഹ ഭക്ഷിക്കാൻ ഒരുക്കേണ്ടത്. ഇത് പ്രോസസ്സുകൾ നമ്മൾ കൃത്യമായി നോക്കുമ്പോൾ ലൂക്കാസ് സുവിശേഷത്തിൽ എവിടെയാണ് ഒരുക്കേണ്ടതെന്ന് നിങ്ങൾ ഒരുക്കാൻ പറഞ്ഞു. മത്തായി സുവിശേഷത്തിൽ എവിടെയാണ് ഒരുക്കേണ്ടതെന്ന് ശിഷ്യന്മാർ ചോദിച്ചു. ലൂക്കാസ് സുവിശേഷം 22:13 വായിച്ചാട്ടെ. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു, അവർ പെസഹ ഒരുക്കി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ അതിൻ്റെ ബാക്കി കാര്യങ്ങളുണ്ട്. അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ആ വീടിൻ്റെ ഉടമസ്ഥനോട് ഞാൻ എൻ്റെ ശിഷ്യന്മാരോടൊത്ത് പെസഹ കഴിക്കാനുള്ള വിരുന്നുശാല എവിടെയെന്ന് ചോദിക്കുന്നു എന്ന് പറയുവിൻ. വിരിച്ചൊരുക്കിയ വിശാലമായൊരു മാളിക മുറി അയാൾ നിങ്ങൾക്ക് കാണിച്ചു തരും, അവിടെ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. അതിനുശേഷം ലൂക്കാസ് സുവിശേഷം 22:13 വാക്യത്തിൽ അവർ പോയി യേശു തങ്ങളോട് പറഞ്ഞിരുന്നത് പോലെ കണ്ട് പെസഹ ഒരുക്കി എന്ന് നമുക്കവിടെ മനസ്സിലാകുന്നു.
കണ്ട് പെസഹ ഒരുക്കി. മത്തായി 26:19 അത് തന്നെയാണ് പറയുന്നത്. നോക്കിയാട്ടെ. ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു, പെസഹ ഒരുക്കി. എല്ലാം ഈ രണ്ട് സുവിശേഷത്തിൽ നമ്മൾ എല്ലാത്തിനകത്തും മാറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെറിയ വാക്കുകളുടെ വ്യത്യാസമാണ്. അപ്പോൾ അതിനനുസരിച്ച് അത് ഒരുക്കി. ഇനി എങ്ങനെയാണ് ഒരുക്കിയത് എന്ന് ചോദിച്ചാൽ അത് 22 ലൂക്ക 22:10 മുതൽ 12 വരെയാണ്. നിങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് നിങ്ങൾക്കെതിരെ വരും. അവൻ പ്രവേശിക്കുന്ന വീട്ടിലേക്ക് അവൻ്റെ പിന്നാലെ ചെന്ന് വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസഹ ഭക്ഷിക്കുവാനുള്ള വിരുന്നുശാല എവിടെ എന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറയുവിൻ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക കാണിച്ചു തരും, അവിടെ ഒരുക്കുവിൻ എന്ന് അവരോട് പറഞ്ഞു. വിരിച്ചൊരുക്കിയ ഒരു വലിയ മാളിക കാണിച്ചു തരും, അവിടെ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും വെൽ പ്രിപ്പയർഡ് ആയിരുന്നു മുന്നേ തന്നെ എന്ന് നമുക്ക് മനസ്സിലാകും. ഇതെല്ലാം ദൈവത്തിൻ്റെ പദ്ധതികളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അവിടെ ചെന്ന് കണ്ട കാര്യങ്ങളെല്ലാം അവർ അതിനനുസരിച്ച് ഒരുക്കി. ഇനി അടുത്തത് യോഹന്നാൻ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം എടുത്തേ. അത്താഴ സമയത്ത് പിശാച് ശിമോന്റെ മകനായ യൂദ ഈസ്കറിയാത്താവിന്റെ ഹൃദയത്തിൽ യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ പ്രേരിപ്പിച്ചിരുന്നു. അവിടെ നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വാക്യം എന്ന് പറയുന്നത് അത്താഴത്തിൻ്റെ നേരം ആയി എന്നുള്ളതാണ്. അപ്പോൾ അത്താഴത്തിന് ഒരു നേരമുണ്ട് എന്നതാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം. അത്താഴത്തിൻ്റെ നേരമായി. അത് മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 20 ആ നേരം ഏതാണെന്നറിയാം. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 20 നേരം. സന്ധ്യയായപ്പോൾ അവൻ 12 ശിഷ്യന്മാരോടുകൂടെ ഭക്ഷണത്തിനിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് മനസ്സിലാകുന്നു ഈ അത്താഴത്തിൻ്റെ നേരം എന്നത് സന്ധ്യയ്ക്ക് ശേഷമാണ്, അല്ലെ സന്ധ്യ ആയപ്പോഴാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നു. സന്ധ്യ ആയപ്പോൾ യേശു 12 പേരോടൊപ്പം ഭക്ഷണത്തിനിരുന്നു. ലൂക്ക 22:14 അത് സമയമായപ്പോൾ അവൻ അപ്പസ്തോലന്മാരുമായി ഭക്ഷണത്തിനിരുന്നു. അവിടെ എഴുതിയേക്കുന്നത് സമയമായപ്പോൾ, വേറൊരിടത്ത് സന്ധ്യയായപ്പോൾ. ഇനി മർക്കോസ് സുവിശേഷം 14:17 എടുത്തേ, അതിനകത്ത് തന്നെ പറഞ്ഞു നോക്കാം. അവിടെ എഴുതിയേക്കുന്ന സന്ധ്യയായപ്പോൾ യേശു 12 പേരോടുകൂടെ അവിടെ എത്തി എന്നാണ്. അതായത് നമ്മൾ ഈ മനസ്സിലാക്കുന്ന കാര്യം, യേശു ഈ തിരുവത്താഴ സ്ഥാപിക്കുന്നത്, പെസഹ തിരുവത്താഴത്തിലേക്ക് മാറ്റുന്നത് സന്ധ്യയായ സമയത്താണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്നിട്ട് ലൂക്ക 22:19 ലൂക്ക 22:19 വായിച്ചേ. പിന്നെ അപ്പമെടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, എവിടെ ഒരുക്കണം എന്ന് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഇന്ന പോലെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കാണും, അവിടെ ഒരുക്കണം. എന്നിട്ട് നമ്മൾ വായിക്കുന്നു സന്ധ്യയായപ്പോൾ, അല്ലെങ്കിൽ അത്താഴത്തിൻ്റെ സമയമായപ്പോൾ. അത്താഴത്തിൻ്റെ സമയമായപ്പോൾ അത് മർക്കോസിൻ്റെ സുവിശേഷത്തിലും, മർക്കോസിൻ്റെ സുവിശേഷത്തിൽ 14:17 സന്ധ്യ ആയപ്പോൾ എന്ന് എഴുതി, മത്തായി 26:20 സന്ധ്യ ആയപ്പോൾ എന്ന് എഴുതി, ലൂക്കോയുടെ സുവിശേഷത്തിൽ സമയമായപ്പോൾ എന്ന് എഴുതി. പിന്നെ സന്ധ്യയായി സമയമായി എന്നൊക്കെ നമ്മൾ വായിച്ചു വന്നിട്ട്, എന്നിട്ട് യേശു ഇത് സ്ഥാപിച്ച ശേഷം അത്താഴത്തിൻ്റെ സമയത്ത്, അതായത് സന്ധ്യയ്ക്ക് ശേഷം അല്ലെങ്കിൽ സന്ധ്യയായപ്പോൾ കർത്താവ് ഈ അത്താഴം ആ ശുശ്രൂഷ സ്ഥാപിച്ച ശേഷം അതിൻ്റെ ലൂക്ക 22:19 പറഞ്ഞു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. കർത്താവ് അവിടെയാണ് ഇത് തുടങ്ങിയിടം തൊട്ട് കർത്താവ് മുന്നോട്ട് പറഞ്ഞു, ഇത് ഓർമ്മയ്ക്കായിട്ട് ചെയ്യണം. അപ്പം 4 സുവിശേഷത്തിലും കൃത്യമായി സമയം, 2 സുവിശേഷത്തെ സമയമെന്നും 2 സന്ധ്യയെന്നും എന്ന് കൃത്യമായി പറഞ്ഞ ശേഷം ഓർമ്മയ്ക്കായി ചെയ്യാൻ കർത്താവ് പറഞ്ഞ കാര്യമാണ് കൊറിന്ത്യ ലേഖനത്തിൽ 1 കൊറിന്ത്യർ 11:23 വായിച്ചേ. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങളെ ഭരമേൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ ഒറ്റിക്കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചെയ്ത് നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരമാകുന്നു, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. ഒരു വാക്യം കൂടെ വായിച്ചോളൂ. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് അവൻ പാനപാത്രവും എടുത്തു, ഈ പാനപാത്രം എൻ്റെ രക്തത്തിലുള്ള പുതിയ നിയമം ആകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ എന്ന് പറഞ്ഞു. അതായത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരികയും ചെയ്തത് ഇതാണ്, കർത്താവായ യേശുവിനെ ഒറ്റിക്കൊടുത്ത രാത്രിയിൽ. അത് ഈ
രാത്രിയിലത്തെ സംഭവമായതുകൊണ്ടാണ് ഇതിന് കർത്താവിൻ്റെ അത്താഴം അല്ലെ തിരുവത്താഴം എന്ന പേര് വന്നത്. ഈ തിരുവത്താഴം എന്ന പേര് വന്നത് തന്നെ കർത്താവ് ചെയ്തതും പുറപ്പാട് പുസ്തകത്തിൽ അവർ പുറപ്പെട്ടു പോന്നപ്പം അവരോട് തലമുറയായി ആചരിക്കാൻ പറഞ്ഞ പെസഹ കർത്താവ് തൻ്റെ അന്ത്യ അത്താഴത്തിൻ്റെ സമയത്ത് അതിനെ തിരുവത്താഴം എന്ന പേരിലേക്ക് മാറ്റുകയും അത് ലോകം മുഴുവനുള്ള പുതിയ നിയമ ഇസ്രയേൽ അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ക്രിസ്ത്യാനികളോട് അത് ഓർമ്മയ്ക്കായി ചെയ്യാൻ പറയുകയും ചെയ്തത് കർത്താവ് അതിൻ്റെ സമയക്രമീകരണങ്ങൾ ചെയ്തതെല്ലാം സന്ധ്യയ്ക്ക് ശേഷമായിരുന്നു. പൗലോസ് അത് എഴുതിയപ്പോൾ പൗലോസ് എഴുതി വെച്ചു, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും എന്ന് പറഞ്ഞാൽ കർത്താവ് ചെയ്തത് എങ്ങനെയാണെന്ന് ഞാൻ ആത്മാവിൽ കണ്ടത്. എന്നിട്ട് അതിൻ്റെ 26-ാമത്തെ വാക്യം പറയുന്നു, നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുന്നത് വരെയും അവിടുത്തെ മരണത്തെ പ്രഖ്യാപിക്കുന്നു. മരണത്തെ പ്രഖ്യാപിക്കുന്ന വിധത്തിലേക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ, ഓർമ്മയ്ക്കായി ചെയ്യുകയാണെങ്കിൽ കർത്താവ് പഠിപ്പിച്ചതുപോലെയും കാണിച്ചു തന്നതുപോലെയും ചെയ്യണമെന്നാണ് പൗലോസ് പറഞ്ഞത്. ഇത് നമ്മുടെ ആളുകൾ സൗകര്യം പോലെ വിവിധ സമയത്തേക്ക് മാറ്റി എന്നുള്ളതാണ് ഇതിനകത്ത് വന്ന ഒരു പ്രധാന പ്രശ്നം. ഇനി യോഹന്നാൻ സുവിശേഷം 13:17 വായിച്ചേ. ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയുകയും അവ പ്രാവർത്തികമാക്കുകയും ചെയ്യുമെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരാകും. ഈ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് തിരുവത്താഴത്തിൻ്റെ ശേഷം യോഹന്നാൻ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ കർത്താവ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് ഈ തിരുവത്താഴം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന ഫലം നമ്മുടെ ജീവിതത്തിൽ ചെയ്യണമെങ്കിൽ അതിൻ്റെ രീതി, അതെങ്ങനെ കർത്താവ് ചെയ്തു, അതിൻ്റെ സമയം, അതിൻ്റെ വ്യവസ്ഥകൾ ഇതെല്ലാം പാലിക്കുന്നില്ലെങ്കിൽ തിരുവത്താഴം അല്ല അത് ചെയ്യുന്ന സഭകൾ അല്ലെങ്കിൽ വ്യക്തികൾ ചെയ്യുന്നത്. അത് വെറും ജാതീയ പൗരോഹിത്യ മതങ്ങൾ ചെയ്യുന്നത് പോലെ വെറും ഒരാചാരം മാത്രമാണ്. അത് ആദ്യം ബലഹീനതയ്ക്കും പിന്നെ രോഗത്തിനും പിന്നെ മരണത്തിനും കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് ഇതനുസരിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും എന്നാണ് നമ്മൾ ദൈവവചനത്തിൽ നിന്ന് വായിക്കുന്നത്. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല ദിവസത്തിനും നല്ല വചനത്തിനുമായി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, എന്നെ ശ്രമിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിലും തിരുവത്താഴത്തിൻ്റെ വെളിപ്പാടുകൾ ദൈവം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അതിനവരെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.